ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കംപ്ലൈന്റ് മാരുതി എട്ടുണ്ടോ കസ്റ്റമറെ കംപ്ലൈന്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര കട സൗണ്ട്. നമ്മൾ ചെറിയ റഫ് റോഡ് കൂടെ ഓടിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് സൗണ്ട്. ഒരു മെറ്റൽ ഇങ്ങനെ പോയി ഇടിക്കുന്ന പോലെ സൗണ്ട് ഉണ്ടോ, ഭയങ്കര കടകടാന്ന സൗണ്ട്. നമ്മൾ വണ്ടി കൊടുന്ന് വണ്ടി പൊക്കി സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടോ. സസ്പെൻഷൻ ഭാഗത്തൊന്നും ഒരു സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ബോൾ ജോയിന്റും കാര്യങ്ങളും എല്ലാം അയച്ചു നോക്കി. ആ ഭാഗത്ത് എവിടെയും സൗണ്ട് ഇല്ല. ഗിയർ ബോക്സിന്റെ മൗണ്ടിങ്ങും കാര്യങ്ങളും നോക്കി. അടിഭാഗത്ത് എവിടെയും സൗണ്ട് ഇല്ല. പക്ഷെ ഭയങ്കരമായിട്ട് സൗണ്ട്. വണ്ടി വെറുതെ റണ്ണിങ് ഓടിക്കുന്ന സമയത്തിന് ചില സമയത്ത് ഭയങ്കരമായിട്ട് എടുത്തിടുമ്പോൾ ഭയങ്കര സൗണ്ട്, കടക്കുന്ന സൗണ്ട്. ഇങ്ങനെ വണ്ടി ഇറക്കിയിട്ട് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെറുതെ ഗിയറിലിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളുള്ളൂ. അതായത് ക്ലച്ചിന് കാലിക്കുന്ന സമയത്ത് എഞ്ചിൻ ഒന്ന് വൈബ്രേറ്റ് ചെയ്യല്ലോ. ആ സമയത്ത് പെട്ടെന്ന് സൗണ്ട് കിട്ടി. ആ സൗണ്ട് കിട്ടി നോക്കിയ സമയത്ത് നമ്മുടെ എഞ്ചിന്റെ മൗണ്ടിങ് ഉണ്ടല്ലോ, എ മൗണ്ടിങ് കംപ്ലൈന്റ് ആയിട്ടാണ്. ആ സൗണ്ട് ഭയങ്കര കടകട ആ മെറ്റൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അടിക്കണ്ടോ. മൗണ്ടിങ് കേട്ടോ, ഇതാണ് എർട്ടിഗയുടെ മൗണ്ടിങ്. ഇത് ഹൈഡ്രോളിക് ടൈപ്പാണ് മൗണ്ടിങ് ആണ്. അപ്പൊ ഈ ഒരു സാധനം പൊട്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് അടിക്കുന്ന സൗണ്ടാണ് ആ സൗണ്ട് കിട്ടിയത്. അപ്പൊ ഈ മൗണ്ടിങ് നല്ലപോലെ പൊട്ടിയിട്ട് ഇവിടെ നല്ലപോലെ ക്രാക്ക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സെന്ററിലെ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഓയിലാണ്ടോ, ഓയില് ഇതാ ഈ മൗണ്ടിങ് പൊട്ടിയിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ബോൾട്ട് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ മൗണ്ടിങ് പൊട്ടിക്കഴിഞ്ഞാല് നല്ലപോലെ സൗണ്ട് ഉണ്ട്. ഇവിടെ ചെറുതായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത്ര സൗണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഇത് നല്ലപോലെ പൊട്ടിക്കൊണ്ടാണ് ഇത് കിടന്ന ആ മേപ്പട്ടിട്ട് തെറിക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത്. ഹൈഡ്രോളിക് കഴിഞ്ഞാൽ ചെറിയൊരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഓയൊക്കെ പോയി കഴിഞ്ഞാൽ മൗണ്ടിങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാബിലേക്ക് ഭയങ്കര വൈബ്രേഷൻ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ബോൾട്ട് അയച്ചിട്ടുണ്ട്, സെന്ററിലെ ബോൾട്ട് അയച്ചിട്ടുണ്ട്. ഇതെടുത്തു, ഇത് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇതാണ് മൗണ്ടിങ്ങിന്റെ ആ ഒരു പീസ്. ഈ ഭാഗം ഇത് കറക്റ്റായിട്ട് റബ്ബർ ഇതാണ്. ഇത് പൊട്ടിയിരിക്കുകയാണ്. കണ്ടോ, ഇത് ആ റബ്ബറിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി കൊണ്ട് ഇങ്ങനെ കടന്ന് അടിക്കുകയാണ്. ഇത് പൊട്ടാൻ പാടില്ല. അതിനകത്തൊക്കെ നിറച്ച് ഓയിലാവട്ടോ. ഓയിൽ ഇപ്പൊ കളഞ്ഞാണ്. അപ്പൊ ഇത് കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാല് ആ ഒരു വർക്കിംഗ് നടക്കുള്ളൂ. പൊട്ടിക്കഴിഞ്ഞാൽ മേലേക്ക് ഇങ്ങനെ അടിക്കും. അപ്പൊ ഈ ഒരു മെറ്റൽ പീസ് ഇവിടെ വന്നിട്ട് അടിക്കും. നേരിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വൈബ്രേഷൻ കാര്യങ്ങൾ വരും. അപ്പൊ ഈ സാധനം പൊട്ടിക്കൊണ്ടാണ് അത്രയും സൗണ്ട് വന്നിട്ടോ. നല്ലപോലെ സൗണ്ട് വരുന്നത്, നല്ലപോലെ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ക്യാബിലേക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത് ഈ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോ. ഈ മൗണ്ടിങ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വൈബ്രേഷൻ. പക്ഷെ നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ വൈബ്രേഷൻ കിട്ടും. അതായത് ബോഡിയിൽ നിന്ന് നല്ല വൈബ്രേഷൻ കിട്ടും. അപ്പൊ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൗണ്ടിങ് ജസ്റ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ഏറ്റവും ബെറ്റർ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോയിൽ